ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, FCRA അമെൻമെന്റ് വന്നു കഴിഞ്ഞു. അപ്പം രാജ്യമെമ്പാടും പ്രതിഷേധം എന്ന് പറഞ്ഞാണ് നമ്മുടെ കേരള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യമെമ്പാടും പ്രതിഷേധം ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പ്രതിഷേധം കേരളത്തിലാണ്. കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. എന്താണ് ഈ FCRA എന്ന് ചോദിച്ചാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം. ഇതാണ് ആ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ഇപ്പോൾ ഞാനൊരു പള്ളിയോ അമ്പലമോ സ്കൂളോ ആശുപത്രിയോ നടത്തുകയാണെങ്കിൽ ഈ പള്ളിക്കും അമ്പലത്തിനും സ്കൂളിനും ആശുപത്രിക്കും എല്ലാത്തിനും വിദേശത്തു നിന്ന് ധാരാളം സംഭാവനകൾ ലഭിക്കാറുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി വന്നപ്പോൾ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭാവന ഒരു രാജ്യത്തിനകത്തേക്ക് വരുമ്പോൾ അത് ഗവൺമെന്റ് അറിയണമല്ലോ. അത് ഗവൺമെന്റ് അറിയണം. എന്തിനാണ് ഈ സംഭാവന വന്നതെന്ന് അറിയണം. ഈ സംഭാവന നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് വേണം. എന്തിനു പറയുന്നു, ഇവൻ പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും ഈ സംഭാവനകൾ സ്വീകരിക്കാറുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാത്തിനും ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ FCRA അമെൻമെന്റ് വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ആശങ്ക പടർന്നിരിക്കുകയാണ് എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആശങ്ക ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭൂരിപക്ഷത്തിനൊന്നും ഒരു ആശങ്കയില്ല കേട്ടോ. എന്ത് വന്നാലും ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് ഒരു ആശങ്കയില്ല. ഭൂരിപക്ഷം ഇവിടെ കൂളാണ്. ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ നിയമം വരുമെന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന്. അവർക്കൊരു കുഴപ്പമില്ല. ഇവിടെ മറ്റേ മതപരിവർത്തന നിരോധന നിയമം വരും എന്ന് പറയുമ്പോഴും ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് നല്ലപോലെ അവർക്കൊന്നും ഒരു പ്രശ്നം. എല്ലാം ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെയാണ് എല്ലാം ബാധിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ മതസ്ഥാപനങ്ങളിൽ ഇത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നരേന്ദ്രമോദിക്ക് കത്തെഴുതി കേന്ദ്രത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കണം എന്നാണ് പറയുന്നത്. കൂടിപ്പോയ ഒരു പ്രമേയം പാസ്സാക്കുകയായിരിക്കും. അത് ഗവർണർ അടുത്ത് ചവിട്ടുവിട്ടയിടും. കേരളത്തിൽ CPIM-നും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും ബില്ല് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിർദ്ദിഷ്ട ഭേദഗതി കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. പുതിയ ഭേദഗതിയിലൂടെ കേന്ദ്രം NGO-കളുടെയും മതസ്ഥാപനങ്ങളുടെയും മേൽ പൂർണ്ണ നിയന്ത്രണം നേടാൻ ശ്രമിക്കുകയാണെന്നാണ് കേരളം പറയുന്നത്. ഒരു NGO-യുടെ FCRA ലൈസൻസ് റദ്ദാക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്താൽ ആ ഫണ്ടുകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ആസ്തികൾ കേന്ദ്രം നിയമിക്കുന്ന ഒരു നിയുക്ത അതോറിറ്റിക്ക് പോകുമെന്ന നിർദ്ദിഷ്ട ഭേദഗതിയിൽ പറയുന്നു. അതിനെന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് NGO ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ ആ NGO എന്തെങ്കിലും കനന്തിരിവോ കൃത്രിമോ കാണിച്ചിട്ടോ ആയിരിക്കും ലൈസൻസ് റദ്ദാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഫണ്ട്, ആ ഫണ്ട് കേന്ദ്രത്തിന്റെ ഒരു അതോറിറ്റി, ആ അതോറിറ്റിയിലേക്ക് ആ ഫണ്ട് പോകും. അതിലെന്താണ്, നിങ്ങൾക്ക് ഈ NGO-യ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടിയ ഫണ്ടാണല്ലോ എന്നാണ് കേന്ദ്രം പറയുന്നത്. വളരെ നല്ല നിയമമാണ്. പോരാത്തതിന് മറ്റൊരു വ്യവസ്ഥ പ്രകാരം NGO-യുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സർക്കാരിന് സ്വത്തുക്കൾ ശാശ്വതമായി ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേറെ ആരുടെയും ഒത്താശ വേണ്ട. NGO-യ്ക്ക് FCRA ലൈസൻസ് നഷ്ടപ്പെട്ടാൽ ഭാഗിക വിദേശ സംഭാവനയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആസ്തികൾ പോലും ഏറ്റെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിരവധി പള്ളികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചാരിറ്റബിൾ ആശുപത്രികൾ എന്നിവ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. ഈ FCRA-യിലെ നിർദ്ദിഷ്ട ഭേദഗതി സഭകൾക്കിടയിൽ വളരെയധികം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സർക്കാർ ഏകപക്ഷീയമായി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്. പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് ഇത് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ FCRA കേരളത്തിൽ വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. ഇതിനുള്ള കൃത്യമായിട്ടുള്ള സാഹചര്യം എല്ലാം തന്നെ കേരളത്തിലുണ്ട്. കേരളം അത് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. നമ്മൾ വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ നിയമത്തിന്റെ ആവശ്യമോ ഭേദഗതി ഒന്നുമില്ല. എന്തിനാണ് ഈ നിയമം ഭേദഗതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുറത്ത് പ്രതിഷേധമില്ല, കേരളത്തിലാണ് സ്വാഭാവികമായിട്ട് പ്രതിഷേധം. എന്ത് തോന്നുന്നു? ഈ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. കാരണം ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളൊരു ഓൺലൈൻ ചാനൽ നടക്കുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമ്മൾ ഒരു സർവീസ് നടത്തിയിട്ടാണ് വിദേശത്തുനിന്ന് പണം സ്വീകരിക്കുന്നത്. ധനുഷിന് അറിയാമെന്ന് അറിയത്തില്ല, എല്ലാ വർഷവും നമ്മുടെ ഓഡിറ്റർ മുക്ര ഇടുന്ന നമുക്ക് കാണാം. ഒരു ചെറിയ ഒരു കണക്ക് പോലും അദ്ദേഹം അത് തയ്യാറാക്കി. ഇതിന്റെ ഇടയ്ക്ക് ഒരു 150 തവണ അവിടുന്ന് പേപ്പർ വരാറുണ്ട്. ആ പേപ്പറിൽ ഇന്നലെ വന്നിരുന്നു. ഇന്നലെ വന്നിട്ട് നമ്മൾ ഇന്നലെ അതിന്റെ OTP ഒക്കെ നമ്മളെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്നും നമ്മൾ അതിന്റെ മെനക്കേട് നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ലീഗലായിട്ട് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇപ്പം ചുമ്മാ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വരുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇത് നീ ബ്രോഡ്കാസ്റ്റ് പ്രൈവറ്റ് വിടുന്ന ഒരു സ്ഥാപനമാണിത്. അത് ചെയ്യുന്നത് നമ്മളൊരു സർവീസ് കൊടുത്തിട്ടാണെന്ന് ആലോചിക്കണം. ഇനി എന്താണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ് പറഞ്ഞത് ശരിയാണ്. വ്യക്തികൾക്ക്, സംഘടനകൾക്ക്, NGO-കൾക്ക്
ട്രസ്റ്റുകൾക്ക് ഒക്കെ ലഭിക്കുന്ന പണമാണ്. ഈ പണം വിദ്യാഭ്യാസത്തിനുണ്ട്, കാർബൺ ഫണ്ട് ഉണ്ട്. ഈ കാർബൺ ഫണ്ട് വലിയ കോമഡി, അത് ഞാൻ പറഞ്ഞുതരാം. കാർബൺ ഫണ്ട്, പിന്നെ ആശുപത്രികള്, പിന്നെ ദരിദ്രർക്കുള്ള സഹായം എന്നൊക്കെ പേരിലാണ് ഈ സാധനം വരുന്നത്. ഈ FCRA എന്ന് പറഞ്ഞാൽ പുതിയതല്ല, അത് വളരെ പഴയതാണ്. 2010 ഇതിന്റെ ഒരു അമെന്റ്മെന്റ് ആദ്യം വരുന്നത്. അന്ന് മോദി അല്ല ഇരിക്കുന്നത്, കോൺഗ്രസ് സർക്കാരായിരിക്കും. അന്ന് വന്ന അമെന്റ്മെന്റിനകത്ത് എന്താണ് മാറ്റിയെന്ന് അറിയാവോ? ഇതിനകത്ത് രസകരമായ കാര്യമുണ്ട്. അതായത് ഈ നിയമത്തില് 50% അഡ്മിനിസ്ട്രേഷൻ ചെലവിനായിട്ട് മാറ്റാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ 100 രൂപ വിദേശത്ത് നിന്ന് വന്നാൽ 50 രൂപ അഡ്മിനിസ്ട്രേഷൻ ചെലവ്. ഞാനാണ് അഡ്മിനിസ്ട്രേറ്റർ എങ്കിൽ എനിക്ക് എന്റെ ഓഫീസ് കാര്യങ്ങൾക്ക് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, ഓഫീസിന്റെ കാര്യങ്ങൾ, വണ്ടി ഓട്ടത്തിനൊക്കെ ആക്കും. അപ്പൊ ഈ വരുന്നതിൽ 50 എന്റെ പോക്കറ്റിൽ പോകുമല്ലോ, സ്വാഭാവികമാണ്. പിന്നുള്ളത് 50 രൂപയാണ്. ഈ 50 രൂപ അന്ന് മുമ്പ് 2010 ആ ഒരു നിയമം അനുസരിച്ചിട്ട്, 10 വരെയുള്ള നിയമം അനുസരിച്ചിട്ട് ബാക്കി 50 രൂപ മറ്റ് സംഘടനകൾക്ക് കൊടുത്തെന്നും പറഞ്ഞ് ഇവർ കാണിക്കും. അപ്പൊ ഞാൻ തന്നെ എന്റെ അളിയന്റെ ഒരു സംഘടന, ധനുഷിന്റെ പേരിൽ ഒരു സംഘടന, പിന്നെ അപ്പുറത്തെ ചേട്ടന്റെ പേരിൽ എല്ലാം എന്റെ ആൾക്കാരെ സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. അവർ NGO ഒന്നുമല്ല, സംഘടനകളാണ്. അപ്പൊ ദാരിദ്ര്യം മാറ്റാൻ ധനുഷിന് 10 രൂപ, ബാക്കി 10 രൂപ, അങ്ങനെ ബാക്കി 50 രൂപ ഞാൻ വീതിച്ചു കൊടുത്താൽ കണക്കുണ്ടാക്കും. 50 രൂപ അഡ്മിനിസ്ട്രേഷൻ പോയി, അപ്പൊ 100 രൂപയുടെ കണക്കായല്ലോ. ഇതായിരുന്നു, അതങ്ങ് എടുത്ത് കളഞ്ഞു. 50% അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല, 20% ഉപയോഗിക്കാൻ കഴിയും. രണ്ടാമത്തേത്, ബാക്കി തുക മറ്റു സംഘടനകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് എന്തിനാണോ പണം വന്നത് അതിന് തന്നെ ഉപയോഗിക്കണം, അതിന്റെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളതാണ് ഒന്നും. ഇനി രണ്ടാമത്തേത്, ഇപ്പൊ പുതിയതായിട്ട്, അതായത് 2020 വീണ്ടും മോദി സർക്കാർ വന്നപ്പോഴത്തേനും ഇതിന്റെ പിന്നെ ഒരു FCRA ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി പ്രകാരം ഒന്നാമത്തെ നിയമം, ഒരു NGOയിൽ നിന്ന് മറ്റ് സംഘടനകളിലേക്ക് പണം കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. നേരത്തെ കണക്ക് ഉടായ്പ നടക്കത്തില്ല. എന്റെ അളിയന്റെ സംഘടനയ്ക്കും എന്റെ അമ്മാവിന്റെ സംഘടനയ്ക്കും പൈസ മാറ്റിയിട്ട് ആ പരിപാടി നടക്കത്തില്ല. അഡ്മിനിസ്ട്രേഷൻ ചെലവ് 50 എന്നുള്ളത് 20% നടക്കും. 3, ബാക്കി തുക നിർബന്ധമായും ഈ പദ്ധതികൾക്ക് ഉപയോഗിക്കണം. 4, NGO ഭാരവാഹികളുടെ ആധാർ കാർഡ് നിർബന്ധമായും രജിസ്ട്രേഷനൊപ്പം ചേർക്കണം. എല്ലാ വിദേശ ഫണ്ടുകളും SBI ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിലേക്കാണ് വരുന്നത്. ശേഷം അവയെ ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഇനി നമ്മുടെ രാജ്യത്ത് എത്ര NGOകളും ട്രസ്റ്റുകളും ചാരിറ്റബിൾ സൊസൈറ്റികളും ഉണ്ടെന്ന് അറിയാമോ? 30 ലക്ഷം. ചെറിയ സംഖ്യയല്ല, 30 ലക്ഷം. അതിൽ തന്നെ 16,900 FCRAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇത് അൺഒഫീഷ്യലാണ് കേട്ടോ, 16,900 ഈ FCRA രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ചാരിറ്റബിൾ സംഘടനകളുണ്ട്, NGOകളുണ്ട്, ട്രസ്റ്റുകളുണ്ട്, വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്. ഇതിലേതാണ്ട് 40 തൊട്ട് 60% വരെ ക്രിസ്തീയ സഭകളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. സഭകൾക്ക് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളത് വളരെ കുറവാണ്. പകരം സഭകളുമായി ചേർന്ന് നിൽക്കുന്ന, ഇല്ലെങ്കിൽ സഭകളുടെ തലപ്പത്തിരിക്കുന്ന പുരോഹിതന്മാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ നല്ലതായിരിക്കാം, നമ്മൾ തട്ടിക്കൂട്ടൊന്നും പറയുന്നില്ല, നല്ല NGOകളും ട്രസ്റ്റുകളും ചാരിറ്റബിൾ സെന്ററുകളും ഒക്കെ ഉണ്ട്. അവരിലേക്കാണ് ഈ പണം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്തീയ വിശ്വാസികളും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇവർ ഈ പള്ളി ഇളക്കി കയറ്റി വെച്ച്. ഇനി അതിലേക്ക് ഞാൻ വരാം കാര്യങ്ങൾ. 2011 വരെ ഈ രാജ്യത്ത് 40,000 FCRAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NGOകൾ ഉണ്ടായിരുന്നു. 2011 വരെ 40,000. ഇപ്പോൾ എത്രയുണ്ട്? 16,900. എങ്ങനെയാണ് ഇത് കുറഞ്ഞതെന്ന് ചോദിച്ചാൽ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ കുറെയൊക്കെ എടുത്തു കളഞ്ഞു. 2014 ആയപ്പോഴേക്കും നരേന്ദ്രമോദി കയറിയിട്ട് ആദ്യം ചെയ്തത് 14,000-ഓളം FCR രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള NGOകളെ എടുത്തു കളഞ്ഞു. അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 4 സംഘടനകളുണ്ട് കേരളത്തിൽ, ദക്ഷിണേന്ത്യയിലും വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ കേരളത്തിന്റെ കണക്കായി പറയുന്നത്. മാതാ അമൃതാനന്ദമയിയുടെ കോയമ്പത്തൂരുള്ള ഒരു ബ്രാഞ്ച് മഠമുണ്ട് അതിൽ. പിന്നെ മറ്റ് സിഖുകാരുടെ സംഘടന ഉണ്ട്. എല്ലാ മതവിഭാഗത്തിനും, കാരണം ഇത് മതവിഭാഗത്തിനുള്ളതല്ല, മതവിഭാഗത്തിന് ഉള്ള സംഘടന അല്ല ഇതിന് പറയുന്നത്. ഈ രജിസ്ട്രേഷൻ ധനുഷിന് വേണമെങ്കിലും എടുക്കാം, എനിക്കും എടുക്കാം, നമ്മളൊരു ഗ്രൂപ്പായി നിന്നാലും എടുക്കാം. സംഘടനകളാണ് ഇത്, മതപരമായല്ല. ഈ മതപരമായ കണക്ക് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നത് ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ കിടന്ന് തുള്ളുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് അന്വേഷിച്ച് പോകേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഇത് ഈ രാജ്യത്ത് മതപരമായിട്ടല്ല ഇത് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇതാണ്. ഇനി കേരളത്തിൽ എത്ര ഉണ്ടെന്ന് അറിയാവോ ഈ FCRA രജിസ്ട്രേഷൻ ഉള്ള NGOകള്? 3000. ഇപ്പൊ അതിന്റെ വ്യാപ്തി മനസ്സിലായോ? 3000 ഉണ്ട്. ഇതിലേതാണ്ട് 1,800 തൊട്ട് 200 വരെ ഇതേപോലെ മിഷണറി പ്രവർത്തനങ്ങളിലും മറ്റുമായിട്ടും സഭകളുമായി ചേർന്ന് നിൽക്കുന്നവരുടേതായിട്ടുള്ള സംഘടനകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഇവര് അതിനകത്ത് നല്ല സംഘടനകളും ഉണ്ട്, വലിയ ഫേമസ് ആയ സംഘടനകളുണ്ട്. കാരിത്താസ് ഇന്ത്യ ഉണ്ട്, വേൾഡ് വിഷൻ ഇന്ത്യ ഉണ്ട്, കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഇന്ത്യ ഉണ്ട്, ചർച്ച് ആക്സിലറി സോഷ്യൽ ആക്ഷൻസ് ഉണ്ട്, ഡോൺ ബോസ്കോ സൊസൈറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഘടനകൾ സഭയുമായി ബന്ധപ്പെട്ടതും നേരിട്ട് ബന്ധപ്പെടാത്തതുമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ NGOs ഉള്ള സ്ഥലം തിരുവനന്തപുരമാണ്. 350 മുതൽ 400 വരെയുണ്ട്. കൊല്ലത്ത് 250 മുതൽ 300 വരെയുണ്ട്. പത്തനംതിട്ടയിൽ 200 മുതൽ 250 വരെയുണ്ട്. ഇത് NGOകൾ മാത്രമല്ല, ട്രസ്റ്റ്, ചാരിറ്റബിൾ സൊസൈറ്റികള്, ഒപ്പം തന്നെ വിദേശത്തു നിന്ന് പണം വരുന്ന വ്യക്തികൾ, നന്മ മരങ്ങളൊക്കെ ഇല്ലേ, നന്മ മരങ്ങൾ അടക്കമുള്ളവരൊക്കെ ഇതിൽ വരും.
ആലപ്പുഴ 200 to 250, കോട്ടയം 300 to 350, എറണാകുളം 400 to 450, അങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ഈ 3000 ഇതുണ്ട്. അപ്പോ ഇവിടെ എന്തിനൊക്കെയാണ് ഫണ്ട് വരുന്നത്? അതിനകത്തോടെ നമ്മൾ വിശദമായിട്ട് പോകുന്നത്. പരിസ്ഥിതി സംഘടനകൾക്ക് വരുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടില് ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല, പരിസ്ഥിതി സംഘടന രംഗത്തെത്തും. അതായത് സൈലന്റ് വാലി, അല്ലെങ്കിൽ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം, അവിടുന്ന് ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് എം മണി ഇരിക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും അതിന് അനുകൂലമായിരുന്നു. അവിടെ തടസ്സപ്പെടുത്താൻ പരിസ്ഥിതി പ്രവർത്തകർ വരും. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തകരെ കണ്ടത് വിഴിഞ്ഞത്താണ്. ഇവർക്കൊക്കെ സമരം ചെയ്യാനും ഈ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഫണ്ട് വേണമല്ലോ. വെറുതെ വന്നിട്ട് ആരും വഴികൊള്ളത്തില്ല, ഇതിന്റെ കേസ് നടത്തണ്ടേ. അപ്പം ഈ വിദേശ ഫണ്ട് വരുന്നതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ഈ തല്ലുകൊണ്ട് അതിന് കേസ് നടത്താൻ വക്കീലിന് കൊടുത്ത പണത്തിന്റെ കാര്യം അതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. തല്ലുകൊണ്ട് അവർ ചികിത്സ നടത്തിയ കാര്യം പറയാൻ പറ്റില്ല, വണ്ടി കയറിഞ്ഞവന്റെ ചെലവ് പറയാൻ പറ്റത്തില്ല, ജാഥ നടത്തിയതിന്റെ ചെലവ് പറയാൻ പറ്റത്തില്ല. ഇനി ഈ NGO ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ കൂടി ലോകം അറിയണമല്ലോ. കൂടംകുളത്ത് ഒരു ആണവ നിലയം വന്നു. ഈ ആണവ നിലയത്തിനെതിരെ ഇത് കണക്കുള്ള ഈ ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ള ചില NGO സംഘടനകൾ സമരത്തിനിറങ്ങി. പള്ളികളിലായിരുന്നു കലാപകാരികളെ അവർ പാർപ്പിച്ചിരുന്നത് ജയലളിതയുടെ കാലത്ത്. വലിയ സംഘർഷം നടന്നതാണത്. വിഴിഞ്ഞം നമുക്കറിയാമല്ലോ ആരാണ് സമരത്തിന് മുമ്പ് നിന്ന് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വിദേശ ഫണ്ട്. മണിപ്പൂരിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ അടുത്തൊരു അമേരിക്കക്കാരനെയും 8-9 ഉക്രൈൻകാരെയും കൂടെ പിടിച്ചില്ല രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്താനായിട്ട്. NGO ഫണ്ട് അവിടെ ഒഴുക്കി പൈസ കൊടുത്താൽ ഇവനൊക്കെ ഈ വരത്തുള്ളൂ ഈ പരിപാടിക്ക്. ഇവിടെ നമ്മളൊരു പിന്നെ പാർട്ടിക്കാരന് ഒരു റാലി നടത്തണമെങ്കിൽ എന്ത് വേണം ധനുഷ? കുറഞ്ഞ പക്ഷെ ഒരു വണ്ടി പിടിക്കണ്ടേ? വണ്ടിക്ക് പൈസ വേണം. പിന്നെ ഈ കൊണ്ടുപോകുന്നവർക്ക് വെള്ളം വേണം, ചായ വേണം, ഫുഡ് വേണം, വേണ്ടേ? ബാക്കി വേണ്ട പ്രവർത്തകർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട വരുമായിരിക്കാം. എങ്കിൽ പോലും ഇത്രയും പൈസ ഉണ്ട്. ഈ ഫണ്ട് വേണ്ട പാർട്ടി. അത് കണക്കാൻ ഇവന്മാർക്ക് ഈ രാജ്യത്ത് കുട്ടിച്ചോറാക്കാൻ പൈസ വേണം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയാം. ഇനി ഇതിനകത്ത് വലിയൊരു കോമഡി പറയാം. ഞാന് മീഡിയ വൺ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഗാഡ്ഗിൽ വിരുദ്ധ സമരം ഹൈറേഞ്ച് കൊടുമ്പിരി നടത്തുന്നു. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കിലായിരുന്നു അതിന്റെ നേതൃത്വം വെച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയും. ഈ സമിതിയെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. ഇവർ കാർബൺ ഫണ്ട് മേടിക്കുന്ന NGO ആണ്. കാർബൺ ഫണ്ട് എന്തെന്ന് മനസ്സിലായോ? രാജ്യത്ത് വനനശീകരണത്തിന് എതിരെ പ്രവർത്തിക്കുക, വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കാർബണിന്റെ ആ പൊല്യൂഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതിനുവേണ്ടി വിദേശ സംഭാവന സ്വീകരിക്കുന്ന ആ സംഘടന എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്? മാധവ് ഗാഡ്ഗിൽ എന്താണ് പറഞ്ഞത്? വനനശീകരണം തടയണം, ബഫർ സോണുകളാണ്, അവിടെ കെട്ടിടങ്ങൾ കെട്ടരുത്, വീട് പണിയരുത്, ആ പ്രകൃതി അതേപോലെ നിർത്തണം എന്ന് പറഞ്ഞു. അതിനെതിരെ സമരം ചെയ്തത് ഈ ഫണ്ട് മേടിക്കുന്ന സംഘടനയായിരുന്നു. എങ്ങനെയുണ്ട്? ഇതിനെ ഇരട്ടത്താപ്പെന്നോ ഏത് താപ്പെന്നോ നമുക്ക് പറയാൻ പറ്റും. ഒരിടത്തുനിന്ന് ഫണ്ട് മേടിക്കുന്നത് വനവൽക്കരണത്തിനും വനനശീകരണത്തിനും എതിരെ പ്രവർത്തിക്കാൻ, എന്നിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ട്. അപ്പൊ എന്തായിരുന്നു ഫണ്ടിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിനു മുമ്പ് എപ്പോഴായിരുന്നു ഇവര് ഭയങ്കരമായിട്ട് സമരം ചെയ്തത്? ഈ ഫണ്ട് മേടിക്കുന്ന ഒരുപാട് സംഘടനകൾ സമരം ചെയ്തത് മാധവ് ഗാഡ്ഗിലിനെതിരായിരുന്നു. കാരണം ഇതിൽ പലർക്കും, അതായത് ഈ കർണാടകത്തിലും ഗോവയിലും ഒക്കെ ഉള്ള പല മതപുരോഹിതന്മാർക്കും മഹാരാഷ്ട്രയിലും ഗോവയിലും കർണാടകത്തിലും അടക്കം ഈ മേഖലകളിൽ ഈ മാധവ് ഗാഡ്ഗിൽ പറയുന്ന ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അത് പോകുമെന്നുള്ള പേടിയായിരുന്നു. ഇനി ഇവർ ഈ രാഷ്ട്രീയ ഉടായ്പ കാണിക്കുന്നുണ്ടല്ലോ, അതിന്റെ പൊളിറ്റിക്സിലേക്ക് നമുക്ക് വരാം. BJP അവര് പിന്തുണയ്ക്കില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് മനുഷ്യരല്ലേ, അരിയാഹാരം കഴിക്കുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. 2021 ഇവിടുത്തെ ഈ സഭാ മേലധ്യക്ഷന്മാർ രംഗത്തെത്തിയ 2021 ഇലക്ഷൻ നടന്നത്, നിയമസഭാ ഇലക്ഷൻ നടന്നത്. ആ സമയത്ത് ഇവര് എന്തായിരുന്നു ഈ കേരളത്തില് സുഡാപ്പികളുമായിട്ട് ചേർന്നുകൊണ്ട് ഇവർ നടത്തിയ സമരം? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവരാണ് ഇവര്. എന്തായിരുന്നു ആ നിയമം? അതായത് പുറത്തു നിന്നുള്ള ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പാഴ്സിക്കും സിഖുകാരനും അടക്കം ഇവിടെ പൗരത്വം നൽകുമെന്നായിരുന്നു. എന്നിട്ട് ഇവർ ഉൾപ്പെടെ പറഞ്ഞു വരുത്തിയത് എന്താണ്? മുസ്ലിങ്ങളെ പുറത്താക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം ഈ രാജ്യത്തുനിന്ന് പുറത്തു പോയോ? എന്റെ അറിവിലില്ല. ആരുടെയെങ്കിലും അറിവിലുണ്ടോ പറഞ്ഞെന്നാൽ നന്നായിരിക്കും. ഇനി 2024 വന്നപ്പോൾ ഇവരെന്തായിരുന്നു കേരളത്തിൽ കിടന്നുള്ള അഭ്യാസം? മണിപ്പൂർ എന്ന് പറഞ്ഞു. ഇത് കേട്ട് മനോരമ രോമാഞ്ചം വന്നിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വരെ പറഞ്ഞു. സുരേഷ് ഗോപി 3ാമത് പോകുമെന്നും പറഞ്ഞു. ഇതൊന്നും സംഭവിച്ചില്ല, അത് മറ്റൊരു കാര്യം. അതായിരുന്നു. ഇപ്പൊ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് FCR ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്? ഇല്ല. അപ്പൊ എന്ത് പറ്റി? ഇവരതിൽ തിരികെ കയറ്റിയ ഒരു കാര്യമുണ്ട് മനുഷ്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുതിയ നിയമത്തിൽ വരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫണ്ട് മേടിച്ച് അതിന് കൃത്യമായ കണക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവര് സമ്പാദിച്ച സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ? അറ്റാച്ച് ചെയ്താൽ നമ്മളെ പള്ളികളൊക്കെ കേന്ദ്രം കൊണ്ടുപോകും, പള്ളികളൊക്കെ കറക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതൊന്ന് വായിച്ചു നോക്കണം. ഇതിന്റെ 7ാം പാരഗ്രാഫിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാധനാലയമോ ഇല്ലെങ്കിൽ ആശുപത്രിയോ മറ്റോ ആണെങ്കിൽ അത് നടത്താൻ
അവിടുന്ന് തന്നെയുള്ള ഒരു അതോറിറ്റിയെ കേന്ദ്ര സർക്കാർ ഏൽപ്പിക്കുമെന്നത് കൃത്യമായി പറയുന്നുണ്ട്. തകർക്കുമെന്നല്ല പറയുന്നത്. അതായത് ഇപ്പൊ ആശുപത്രി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രി കേന്ദ്ര സർക്കാർ അറ്റാച്ച് ചെയ്ത് നിർത്താൻ പറ്റുമോ? ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന രോഗി എഴുന്നേറ്റ് ഓടുവോ? അതോ പിന്നെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാന നടക്കുന്ന പള്ളി പൂട്ടിയിടാൻ പറ്റുമോ? അപ്പൊ ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ്. സ്കൂളാണ് ഇവർ നടത്തുന്നതെങ്കിൽ സ്കൂൾ കേന്ദ്ര സർക്കാർ അറ്റാച്ച് ചെയ്താൽ പൂട്ടിയിടാൻ പറ്റുമോ? സാമാന്യ ബുദ്ധിക്ക് ഒരു ലോജിക്കൽ ഒരു സാധനം വേണ്ടേ? അപ്പം അതായത് പ്രത്യേകം പറയുന്നുണ്ട്, ആ FCR ഈ പുതിയ ഭേദഗതി എടുത്ത് വായിച്ചു നോക്കണം. നെറ്റ് കിടപ്പുണ്ട് ഈ സാധനം, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ എളുപ്പമല്ലേ ഇപ്പൊ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൽ പറയുന്നുണ്ട് അതിനൊരു അതോറിറ്റി വെക്കും. ഇതുവരെ ആ നിയമം ഈ രാജ്യത്തില്ലായിരുന്നു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണമെന്നില്ലായിരുന്നു. അതിന് കൃത്യത വന്നു കഴിഞ്ഞു. ഇപ്പം ഈ പള്ളിയാണ് വലിയ പിടിച്ചെടുക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് ഇത്. അപ്പോൾ ഇവരുടെ പ്രശ്നം അപ്പം ഇവരുടെ അടുത്ത ഡയലോഗ് വന്നു, ഇതിന് മുൻകാല പ്രാബല്യത്തോടാണ് നിയമം നടപ്പാക്കുന്നതെങ്കിൽ പെട്ടുപോകും, നമ്മൾ കുരുങ്ങിപ്പോകും. അപ്പൊ നമ്മുടെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടും. ആരുടെ സ്വത്ത് നഷ്ടപ്പെടും? ഇതിന്റെയൊക്കെ തലപ്പത്തിരുന്നവന്റെ സ്വത്ത് നഷ്ടപ്പെടും. കർണാടകത്തിലും തേനിയിലും പലയിടത്തും മേടിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടം നഷ്ടപ്പെടും, ഏക്കർ കണക്കിന് കൃഷിയിടം നഷ്ടപ്പെടും, ഫ്ളാറ്റുകൾ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇവർ സമ്പാദിച്ച ഇവരുടെ ബന്ധുക്കളുടെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെടും. ഇതാണ് ഇവരുടെ ഭയം, മുൻകാലത്ത് ഉള്ളതുപോലെ. ഇതിനകത്ത് ഒന്നും ഇവിടെ ആരുടെയും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. ഇനി ഇത് ക്രിസ്ത്യാനികൾക്കെതിരാണോ? ഞാനതാണ് നേരത്തെ തന്നെ അമൃതാനന്ദമയിയുടെയും വിശ്വസ്തു പരിഷത്തിന്റെയും ഒക്കെ പേരെടുത്ത് ഞാൻ പറഞ്ഞത്. എത്രയോ ഹൈന്ദവ സംഘടനകൾ ഇതിനകത്തുണ്ട്, ലൈസൻസ് റദ്ദായിട്ടുള്ളവര്. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ലൈസൻസ് ചുമ്മാ തന്നെ റദ്ദാക്കുകയല്ലല്ലോ, കാര്യകാരണ സഹിതമാണല്ലോ റദ്ദാക്കുന്നത്. അപ്പീലിന് പോകാൻ സംവിധാനം ഈ രാജ്യത്തുണ്ടല്ലോ. ഇനി അപ്പീലിന് പോയിട്ട് കേട്ടില്ല, കോടതി ഉണ്ടല്ലോ. അവിടൊക്കെ പോയിട്ട് ഇന്നലെ ഒരു പുരോഹിതൻ പറഞ്ഞു. ആ പുരോഹിതൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു അലമ്പുണ്ടാക്കിയത് BJPക്കെതിരെ എന്തൊക്കെ കൊണ്ടുവന്നൊരു കക്ഷിയാണ്. അപ്പൊ പുള്ളി പറയണേ, കുത്തോ കോമയോ മാറിക്കഴിഞ്ഞാൽ പോലും ലൈസൻസ് റദ്ദാക്കും. ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ? ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരല്ലേ, ഞങ്ങളൊക്കെ ഇതേ നിയമപ്രകാരം പൈസ മേടിക്കുന്നവരല്ലേ. കുത്തും കോമയും മാറിക്കഴിഞ്ഞാൽ അത് കിട്ടുമോ? അങ്ങനെ സംഭവിക്കും, ലൈസൻസ് റദ്ദായി പോവോ? കുത്തും കോമയും മാറിക്കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റുമല്ലോ. നമ്മൾ ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് എന്റെ ലൈസൻസ് റദ്ദാക്കിയത്? അത് നിങ്ങളുടെ കോമ ശരിയായില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, സാർ കോമ ഞാൻ ശരിയാക്കാം. ഒരു കോമയുടെ പേരിൽ ഒരു ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും, ഒരു കുത്തിന്റെ പേരിൽ ഒരു ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റും, ഒരു പക്ഷെ തടഞ്ഞു വെക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ഒരു കുത്തില്ലായിരുന്നു, ഒരു കോമ ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ ഒരു എക്സ്ക്ലാമേറ്ററി മാർക്ക് അവിടെ ഇട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ എനിക്ക് അത് ചെയ്യാൻ പറ്റും, എനിക്ക് കോടതി പോയാൽ കോടതി പറയുമല്ലോ, ഇല്ലെങ്കിൽ അപ്പീൽ കമ്മിറ്റി പോയി കഴിഞ്ഞാൽ അപ്പീൽ കമ്മിറ്റി പറയാം, അത് അനുവദിക്കാനുള്ള സാധനം. അതൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് വരും. അതുകൊണ്ട് എങ്ങാനും പോകും ചിലപ്പോൾ എന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് ഈ 40,000 FCR NGO ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 16,900 മാറിയത്? അപ്പൊ ബാക്കിയുള്ള ഏതാണ്ട് 10-20,000 ഒന്നും പോയത് എങ്ങനെയാണ്? കണക്ക് കൊടുക്കാത്തവന്മാരും തരികട കാണിച്ചവന്മാരായിരിക്കില്ല പോയത്. അവരാരെങ്കിലും സമരം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതിലൊക്കെ ചിലരുടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ വീണ്ടും പോയിട്ട് അവരുടെ ഡീറ്റെയിൽസുകളും കണക്കുകളും ഒക്കെ കൊടുത്ത് തിരിച്ചെടുത്തിട്ടുള്ളതുണ്ട്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, എല്ലാത്തിനും അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ഈവൻ ഈ ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫണ്ടുകാരെ കുറെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 63 കോടി രൂപയുടെ സ്വത്താ. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യസരണി എന്നും പറഞ്ഞിട്ട് അവരുടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, സരണി ഉൾപ്പെടെ ഞങ്ങളുടെ ആലപ്പുഴയും ഒക്കെ ഇവർ കുറെ ബിൽഡിംഗ് ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് വലിയ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. എന്റെ അറിവ് കളഞ്ഞിട്ടില്ല. തീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിൽ യോഗി വന്ന് ബുൾഡോസർ കയറ്റിയോ? ഇല്ല. മിസൈൽ ആക്രമണം നടന്നോ? ഇല്ല. ആ കെട്ടിടം അവിടെ തന്നെ ഉണ്ട്. ഇവരുടെ കേസ് നടന്ന് ഇവർക്കൊരു പക്ഷേ റിലീസിങ് വന്നാലോ, ഇല്ലെങ്കിൽ ഇവർ അതിന്റെ കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞാലോ ആ കെട്ടിടം തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്. പോപ്പുലർ ഫണ്ടുകാരെ പോലെ അല്ലല്ലോ FCR രജിസ്ട്രേഷൻ ചെയ്യുന്ന NGO-കൾ. പോപ്പുലർ ഫണ്ട് ഈ രാജ്യത്തെ ഒരു തീവ്രവാദ സംഘടനയാണ്. ആ സംഘടനയുടെ സ്വത്ത് പോലും ഡിമോളിഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഈ സർക്കാർ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരാരെയാണ് ഈ വിഡ്ഢികളാക്കുന്നത്? BJP ഇവർ വിറപ്പിക്കാതിരിക്കുമോ എന്നും ഇവിടെ വിഷയമേ അല്ല. കാരണം ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് അറിയണം, 22 കോടി രൂപയാണ് ഒരു വർഷം ഈ രാജ്യത്തേക്ക് എത്തുന്നത് ഈ വിവിധ NGO-കൾ വഴി, ഫോറിൻ ഫണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇനി നക്സലുകൾക്ക് ഫണ്ട് എത്തിച്ചു കൊടുത്ത ഒരു കുറ്റമല്ലേ ഈ ഇവാഞ്ചലിസ്റ്റായ സ്റ്റെയിൻ സ്വാമി ചെയ്തത്? ഈ നക്സലുകൾക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുന്ന മിക്കവാറും ഒക്കെ NGO-കളാണ്. അവിടെയാണ് ഈ മതപരിവർത്തനം നടക്കുന്നത്. ഇനി ദാരിദ്ര്യമുക്തമാക്കാനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഇവർ നടത്തുന്നതൊക്കെ ഏതെങ്കിലും ആശുപത്രിയിൽ അവരുടെ വിശ്വാസികൾക്ക് പോലും ഫ്രീ ചികിത്സ കൊടുക്കാറുണ്ടോ? ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു കുന്തം കൊടുക്കാറുണ്ടോ? ഇല്ല. ഇവരുടെ കുറച്ചു പേര്, ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേര് പാവപ്പെട്ടവർക്ക് ഇത് അറിയില്ല, സാധാരണപ്പെട്ടവർക്ക് ഇത്, അവരുടെ വിശ്വാസികൾക്ക് അറിയില്ല. ഇതിലെ ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇത്തരം സംഘടനകൾ കെട്ടി ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഫണ്ട് വരുന്നത് അടിച്ചു മാറ്റുന്നില്ലെങ്കിൽ കണക്ക് കൊടുക്കൂ. മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഉപ്പ് നിന്നാ വെള്ളം കുടിച്ചാൽ പോരാ, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കണോ? വേണ്ട. അതെന്താ ചെയ്യാത്തത്? ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. ഇത് പിടിച്ച് ലൈസൻസ് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ എല്ലാവരും തിരക്കുമല്ലോ, എന്തിനാണ് ലൈസൻസ് റദ്ദ് ചെയ്തത്? ഇപ്പൊ കേന്ദ്ര സർക്കാർ അതിന്റെ കാരണം വ്യക്തമാക്കുമല്ലോ. ഈ പൈസ കൊണ്ട് റിസോർട്ട് ഉണ്ടാക്കി,
ഈ പൈസ കൊണ്ട് ഒരു പ്രൈവറ്റ് സ്കൂൾ കെട്ടി പിന്നെ ജീവിക്കുന്നു, ഇല്ലെങ്കിൽ ആ കാറ് മേടിച്ചു, മുന്തിരിത്തോട്ടം മേടിച്ചു, ഇല്ലെങ്കിൽ മറ്റേത് വാങ്ങി എന്നുള്ളതിന്റെ കണക്ക് പുറത്തു വരും, ഡീറ്റെയിൽസ് പുറത്തു വരും. അപ്പൊ എന്ത് പറ്റും? ഈ വിശ്വാസികൾ തന്നെ ഇവരെ അടിച്ചിറക്കും. ഇത്ര നാള് നെളിച്ചെന്ന് അതിന്റെ ഒരു ഭയം ഇവർക്കുണ്ട്. ഭയമുള്ളത് കൊണ്ടാണ്. അതിനെന്ത് പറ്റണം? വിശ്വാസികളെ ഇളക്കി വിടണമെങ്കിൽ പള്ളിയെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു കള്ളക്കഥ മെനയണം. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല. പക്ഷെ അവരെന്താ മിണ്ടാത്തെന്ന് വെച്ചാൽ ഏപ്രിൽ 9 ഇലക്ഷനാ, 10 തൊട്ട് അവിടുന്ന് വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഞാൻ ചോദിച്ചിട്ട് ഇന്ത്യ മുഴുവൻ ഈ നിയമമില്ലേ? വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഈ NGO ഇല്ലേ? ഗോവയിലില്ലേ? ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം ഉള്ളിടത്തൊക്കെ ഇല്ലേ? അവിടെ എവിടെന്നെങ്കിലും ഒരു വാർത്ത നമ്മൾ കണ്ടോ? ദേശീയ മാധ്യമങ്ങളിൽ എവിടെങ്കിലും ഒരു വാർത്ത നമ്മൾ കണ്ടോ? കേരളത്തിൽ കിടന്ന് ഈ വാർത്തയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മെത്രാന്മാർ വന്നിട്ട് വാർത്താ സമ്മേളനവും ഭീഷണിയും ഒക്കെയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. BJP-ക്കാരെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബാധകമല്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷയാണ് ആവശ്യം. അതായത് വിദേശ ഫണ്ട് എന്തിനു വരുന്നു എന്നുള്ളത് വ്യക്തമായി കാണിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോലും അത് കാണിക്കാറുണ്ട്. ഒരു വർഷം എത്ര തവണയാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റും നമ്മുടെ കമ്പനിയുടെ നോക്കുന്ന ആ ഒരു സ്റ്റാഫും ഒക്കെ നമ്മളെ വിളിച്ചിട്ട് എത്ര തവണയാണ് നമ്മൾ ഈ പേപ്പറുകൾ പറയേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ലീഗലായിട്ട് വരുന്നത് ഒരു സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള കൂലിയെ നമ്മൾ വാങ്ങുന്നുള്ളൂ. അല്ലാതെ നമ്മളിവിടെ സന്നദ്ധ സംഘടനയ്ക്ക് ഒരു സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടൊന്നും വാങ്ങുന്നില്ല. നമ്മൾ എത്ര പേപ്പർ കൊടുക്കണം? ധനുഷിന് അറിയാവുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ഒരു വർഷം നമ്മൾ ചെയ്യുന്ന ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഈ കോടികൾ വരുന്ന ഇവര് പറയുന്നത് ഇനി ഇവര് ചാരിറ്റി ചെയ്യും. നല്ല ഉണ്ട് കേട്ടോ, നല്ല NGO-കളുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ഈ വീൽ ചെയർ കൊടുക്കുന്നവരുണ്ട്, ആതൊരു സേവനം, നല്ലവരുണ്ട്. എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്. എല്ലാത്തിനും നല്ലവരും ചീത്തവരും ഉണ്ട്. ഈ ചീത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ചിലയിടത്ത് മാത്രം പ്രതിഷേധം വരുന്നത്? ഒന്ന്, ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉഡായിപ്പാണ്. ഈ തൃശ്ശൂരായിരുന്നു ഇവര് BJP തള്ളിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കാരണം സുരേഷ് ഗോപി എത്ര വോട്ടിന് ജയിച്ചെന്ന് മനുഷ്യൻ അറിയാവോ? 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങേർക്ക് ഉണ്ടായിരുന്നത്. അതായത് ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായത്. ക്രിസ്ത്യൻ മേഖലയിൽ പലയിടത്ത് ബൂത്തിലും സുരേഷ് ഗോപി 3ാമതായിരുന്നു. അതിനുശേഷം ആ കണക്കൊക്കെ പുറത്തു വന്നതിന് ശേഷം ആ തള്ളിപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് UDF-നെ അധികാരത്തിലേറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന പുതിയ അഭ്യാസം, ഈ നിയമത്തിന്റെ ഭേദഗതി വന്ന് 2020 ആ ഒരു നിയമത്തിന്റെ ഭേദഗതി വന്ന് ഇപ്പൊ ബില്ല് അവതരിപ്പിച്ചു, നടപ്പാക്കി. ഇതിനകത്ത് വേറെ ഒന്നും ഒരു എതിർപ്പ് വരുന്നില്ല. എതിർപ്പ് വരുന്നത് ചിലർക്ക് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസ സമൂഹം മുഴുവൻ ഇറങ്ങേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പോപ്പുലർ ഫണ്ടുകാരന്റെ അറ്റാച്ച് ചെയ്ത സ്വത്ത് പോലും കേന്ദ്ര സർക്കാർ സൂക്ഷിക്കുകയാണ് പിടിച്ചെടുത്തിട്ട്. കാരണം ഈ കേസ് കഴിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ലീഗൽ ആയിട്ടാണെങ്കിൽ അത്, അതായത് ഈ അവൻ വിധ്വംസ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് കോടതി വിധി വരികയാണെങ്കിൽ, ട്രിബ്യൂണലിന്റെ വിധി വരികയാണെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് കേന്ദ്രം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഈ അറ്റാച്ച് ചെയ്തിട്ട് ഇവന്മാരെ തന്നെ ഏൽപ്പിച്ചാൽ പോരെ. കാരണം വെച്ചാൽ ഇത് തൂത്തുവാരിയിടണ്ടേ, മെയിൻ്റെനൻസ് ചെയ്യണമല്ലോ ഇതിന്റെ കാര്യങ്ങൾ. ഇതിൽ പറയുന്ന കാര്യം അതുകൊണ്ടാണ് ഈ നിയമത്തിൽ പറയുന്നു, പിടിച്ചെടുക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ അത് മെയിൻ്റെനൻസ് ചെയ്യണം. അത് ചെയ്യാനായിട്ട് ഒരു അതോറിറ്റി ഏൽപ്പിക്കും. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വ്യക്തിയായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആളുകളായിരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിടിച്ചെടുക്കുന്ന ഹോസ്പിറ്റലിൽ കൂട്ടാൻ പറ്റത്തില്ല, ഇതൊക്കെ നല്ല സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല, ആശുപത്രികൾ പറ്റില്ല, സ്കൂള് പറ്റില്ല, ആരാധനാലയങ്ങൾ പറ്റില്ല. ഇവരാരാണ് ഈ പൊട്ടന്മാരാക്കുന്നത്? അപ്പം ഈ രാജ്യത്തെ 140 BJP-യോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വിഷയമേ അല്ല. ഈ രാജ്യത്ത് ഈ ലോകത്തെല്ലായിടത്തുമുള്ള കണക്ക് നിയമം ഇവിടെ നടപ്പാക്കണം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. ഞങ്ങളോട് വ്യക്തമാക്കിയില്ലെങ്കിൽ വേണ്ട. കുറഞ്ഞ പക്ഷെ ലൈസൻസ് റദ്ദ് ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ലൈസൻസ് റദ്ദ് ചെയ്തതെന്ന് പറയാൻ അറിയട്ടെ, ജനം അറിയട്ടെ കാര്യങ്ങൾ. ഇവരുടെ പേടി എന്ന് വെച്ചാൽ മുൻകാല പ്രാബല്യത്തോടാണ് വന്നതെങ്കിൽ. കാരണം മുൻകാല പ്രാബല്യത്തിൽ അപ്പൊ ഇവർ കണക്ക് കൊടുത്തിട്ടില്ലല്ലോ, ഇല്ലെങ്കിൽ കണക്ക് ക്ലിയർ അല്ലല്ലോ. ഇല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ എന്തിനാണ് പേടിക്കുന്നത്? ഞാനൊരു ചാരിറ്റബിൾ സെന്റർ ആണ് നടത്തുന്നതെങ്കിൽ ഞാൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള കണക്കെന്റെ കാണുമല്ലോ, അല്ലേ? മുൻകാല പ്രാബല്യത്തോടാണെങ്കിൽ ഇവർ പറയുന്ന ആരാധനാലയം കെട്ടി, ബിൽഡിംഗ് കെട്ടിയെന്ന്, അതൊക്കെ ഇവർ കെട്ടുന്നുണ്ട്, ശരിയാണ്. അതിന്റെയൊക്കെ കണക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തീരില്ലേ? അപ്പൊ കാർബൺ ഫണ്ട് മേടിച്ചിട്ട് പിന്നെ ആശുപത്രി കെട്ടാൻ പറ്റത്തില്ല. കാർബൺ ഫണ്ട് മേടിച്ചു കഴിഞ്ഞാൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കണം, വനം സംരക്ഷിക്കണം. അപ്പൊ അതാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഈ വിഴിഞ്ഞത്തും കൂടംകുളത്തും പിന്നെ ആതുര സേവനത്തിന് പൈസ മേടിച്ചിട്ട് കല്ലെറിയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ പരിസ്ഥിതിക്ക് വേണ്ടി പണം മേടിച്ചിട്ട് രാജ്യത്തിന്റെ പ്രൊജക്ടുകൾ മുടക്കാൻ കഴിയില്ല. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, മനുഷ്യാവകാശ സംഘടനയില്ല, പരിസ്ഥിതി സംഘടനയില്ല, ഇവരൊന്നുമില്ല. അപ്പം ഇതേ കണക്കുള്ള കള്ളങ്ങളാണ് ഇവര് കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിനൊന്നും നിമിഷം നേരം പോലും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ വിശ്വാസികളുടെ തന്നെ ഒരുപാട് പേരുടെ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു. അവരെല്ലാം ഇതിനെതിരാ, ബഹുഭൂരിപക്ഷം പേരും. ആ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. പൗരത്വ ഭേദഗതിയുടെ കണക്കത്ത് ഒരു ഐക്യം കാണാൻ പറ്റുന്നില്ല. മണിപ്പൂർ ഇപ്പൊ പൊളിഞ്ഞില്ലേ? മണിപ്പൂർ ഇപ്പൊ എന്താ സംഭവിച്ചത്? പൊളിഞ്ഞടുങ്ങിയില്ലേ അത്? ഇതൊക്കെയാണ് ഇതിന്റെ കഥ.